പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 20ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മാർത്താണ്ഡ ഷഡ്കമൊടെതിർത്താഭ നിൽക്കിലവയാർത്താഭവിക്കുമളവേ ചേർത്താ മഹാപളനി കാർത്യായനീ തനയ കാർത്തസ്വരാഭമകുടം മാർത്താണ്ഡപുത്രനുട കൂർത്തായ സായകമെതിർത്തായി വരുന്ന സമയേ മാർത്താഴ വെച്ചുടനമർത്താർത്തി തീർപ്പതിനു കാൽത്താമരയ്ക്കു നമനം. മാർത്താണ്ഡ ഷഡ്കമൊടെതിർത്താഭ നിൽക്കിലവയാർത്താഭവിക്കുമളവേ ചേർത്താ മഹാപളനി കാർത്യായനീ തനയ കാർത്തസ്വരാഭമകുടം മാർത്താണ്ഡപുത്രനുടെ കൂർത്തായ സായകമെതിർത്തായി വരുന്ന സമയേ മാർത്താഴ വെച്ചുടനമർത്താർത്തി തീർപ്പതിനു കാൽത്താമരയ്ക്കു നമനം. ഇതാണ് ശ്ലോകം. മാർത്താണ്ഡ ഷഡ്കമൊട് 6 സൂര്യന്മാരോട് എതിർത്ത് മത്സരിച്ച് ആഭ നിൽക്കിൽ പ്രകാശം നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 6 സൂര്യന്മാരുടെ പ്രകാശത്തോട് മത്സരിച്ചു നിൽക്കുകയാണെങ്കിൽ അവ ആ 6 സൂര്യന്മാരും ആർത്താഭവിക്കും അളവേ ആർത്തരായി ഭവിക്കത്തക്ക വിധത്തിൽ ആ മഹാപളനി കാർത്യായനീ തനയ കാർത്തസ്വരാഭമകുടം ചേർത്തു. ആ മഹാപളനി കാർത്യായനീ തനയ ആ മഹാപളനിയിൽ വസിക്കുന്നവനായ പാർവതീപുത്രൻ്റെ സ്വർണാഭയുള്ള കാർത്തസ്വരാഭമകുടം സ്വർണാഭയുള്ള കിരീടം ചേർത്തു വയ്ക്കപ്പെട്ടിരിക്കുന്നു. മാർത്താണ്ഡപുത്രനുടെ മാർത്താണ്ഡൻ സൂര്യനാണ്. അപ്പോൾ സൂര്യപുത്രനാണ് യമദേവൻ. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യമദേവനെ പറ്റിയാണ്. അതുകൊണ്ട് മാർത്താണ്ഡപുത്രനുടെ എന്ന് പറയുമ്പോൾ യമദേവൻ്റെ കൂർത്തായ സായകം, കൂർത്തുമൂർത്ത സായകം അസ്ത്രം എതിർത്തായി വരുന്ന സമയേ നേർക്കുനേരെ കടന്നാക്രമിക്കാൻ വരുന്ന സമയത്ത് ആർത്തി തീർപ്പതിന് ദുഃഖം ഇല്ലാതാക്കി തീർക്കുന്നതിന് മാർത്താഴവച്ച് ഉടൻ അമർത്ത് കാൽത്താമരയ്ക്കു നമനം. മാർത്താഴവച്ചുടൻ അമർത്ത് എന്ന് പറഞ്ഞാൽ നെഞ്ച് തറയിൽ അമർത്തി. സാധാരണ ഈ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോൾ നെഞ്ച് തറയിൽ അമർത്തി വയ്ക്കും. ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. അങ്ങനെ കാൽത്താമരയ്ക്കു നമനം, കാൽത്താമരയിൽ നമിക്കണം എന്ന് വെച്ചാൽ യമദേവൻ്റെ കൂർത്തുമൂർത്ത സായകം അത് മരണാസ്ത്രമാണ്. അത് നേർക്ക് വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം സുബ്രഹ്മണ്യൻ്റെ കാൽത്താമരയിൽ സാഷ്ടാംഗം നമസ്കരിച്ചാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. പാർവതീതനയനായ സുബ്രഹ്മണ്യൻ്റെ 6 തലകളിൽ അണിഞ്ഞിരിക്കുന്ന സുവർണ കിരീടനിരയുടെ ശോഭ ഉദിച്ചുയരുന്ന 6 സൂര്യന്മാരുടെ കിരണശോഭയോട് താരതമ്യം ചെയ്താൽ സൂര്യന്മാർക്ക് അവരുടെ ശോഭ എത്ര നിസ്സാരമാണെന്ന് കണ്ട് ദുഃഖമുണ്ടാകും. യമൻ്റെ കൂർത്തുമൂർത്ത മരണാസ്ത്രം നേരെ പാഞ്ഞു വരുന്ന സമയത്ത് ആ ദുഃഖത്തിന് ശാന്തി ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ എൻ്റെ നെഞ്ച് തറയിൽ അമർത്തി കിടന്ന് കാർത്തികേയൻ്റെ കാൽത്താമരയിൽ സാഷ്ടാംഗം പ്രണമിക്കും. ഈ കൃതിയിലെ 20 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളിൽ സുബ്രഹ്മണ്യൻ്റെ കേശാദിപാദ വർണ്ണനയിലൂടെയുള്ള സാക്ഷാത്കാര
ധ്യാന സാക്ഷാത്കാര മാതൃകയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന ആമുഖ ക്ലാസ്സിൽ നാം പഠിച്ചതാണ്. കിരീട വർണ്ണനയോടുകൂടിയാണ് ഈ ധ്യാന മാതൃക സമാരംഭിക്കുന്നത്. ഷൺമുഖനായ സുബ്രഹ്മണ്യൻ്റെ 6 ശിരസ്സുകളെ അലങ്കരിക്കുന്ന കിരീടങ്ങൾക്ക് 6 സൂര്യന്മാരുടെ ശോഭയെ വെല്ലുന്ന ശോഭയുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങളമ്പിളി തുമ്പയും എന്നിങ്ങനെ ഇതേ ഉപമ ഷൺമുഖ സ്തോത്രത്തിലും ഗുരു നടത്തിയിട്ടുണ്ട്. ചക്രവർത്തിമാർക്കാണ് കിരീടം ധരിക്കാനുള്ള അധികാരമുള്ളത്. അറുമുഖനായ സുബ്രഹ്മണ്യൻ വിശ്വത്തെ 6 ദിക്കുകൾക്കുള്ളിലാക്കി വിരാജിക്കുന്ന ജ്ഞാനസമ്രാട്ടാണ്. 4 പ്രധാന ദിക്കുകളും, ഈ 4 പ്രധാന ദിക്കുകൾ എന്ന് പറയുന്നത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അല്ലെങ്കിൽ നമ്മൾ സൂര്യന് നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇടം, വലം, മുൻപ്, പിൻപുള്ള 4 ദിക്കുകളാണ് 4 പ്രധാന ദിക്കുകൾ. അവയും പിന്നെ ഊർധ്വ ദിക്ക്, നമ്മുടെ ശിരസിന് മുകളിലുള്ള ദിക്ക്. അധോ ദിക്ക്, അത് പാദങ്ങൾ ചവിട്ടി നിൽക്കുന്ന പ്രതലവും അതിന് കീഴിലുള്ള സർവ്വതും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെയുള്ള 6 ദിക്കുകളെ ഭാവന ചെയ്താൽ ഈ വിശ്വം മുഴുവൻ ആ 6 ദിക്കുകൾക്കുള്ളിൽ വരും. വിശ്വപുരുഷഭാവം കൊണ്ട് വിരാജിക്കുന്ന, അതായത് വിരാട് രൂപഭാവം കൊണ്ട് വിരാജിക്കുന്ന ഷൺമുഖൻ്റെ കിരീടശോഭ അഥവാ മൂല്യപ്രഭയെ വെല്ലുവാൻ 6 സൂര്യന്മാർ ഉദിച്ചുയർന്ന് പ്രശോഭിച്ചാലും സാധ്യമല്ല എന്നാണ് ഈ ഉപമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ച സൂര്യന്മാർക്ക് ഉദയാസ്തമനങ്ങളുണ്ട്, എന്നാൽ ജ്ഞാനസൂര്യന് ഒരിക്കലും ഉദയാസ്തമനങ്ങളില്ല. മാർത്താണ്ഡപുത്രനുടെ കൂർത്തായ സായകം എതിർത്തായി വരുന്ന സമയേ മാർ താഴെ വെച്ചുടൻ അമർത്ത് ആർത്തി തീർപ്പതിന് കാൽത്താമരയ്ക്കു നമനം എന്നാണ് ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ 2ാം പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാർത്താണ്ഡപുത്രൻ യമദേവനാണ്. മൃതമായ ബ്രഹ്മാണ്ഡത്തെ ജീവിപ്പിക്കുന്നവനാണ് മാർത്താണ്ഡൻ. അങ്ങനെയുള്ള മാർത്താണ്ഡപുത്രൻ്റെ കൂർത്തുമൂർത്ത സായകം അഥവാ അസ്ത്രം, അത് മരണാസ്ത്രമായിരിക്കവേ തന്നെ സൃഷ്ടിന്മുഖ സംഹാരാസ്ത്രം കൂടിയാണ്. മൃതപ്രായമായ ദേഹത്തിൽ മാർത്താണ്ഡ സായകം പതിക്കുന്നതോടെ ആ ദേഹം പുതിയ ദേഹപ്രാപ്തിക്ക് വഴിമാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാർത്താണ്ഡൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മൃതമായ ഭൂമിയെ ഉജ്ജീവിപ്പിക്കുന്നവൻ എന്നാണ്. അപ്പോൾ അവിടെ ആ ഒരു അർത്ഥം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ മാർത്താണ്ഡപുത്ര സായക പ്രയോഗത്തെ മനസ്സിലാക്കാൻ. മുട്ടയുടെ മരണം പക്ഷിക്കുഞ്ഞിൻ്റെ ജനനത്തിലാണല്ലോ കലാശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദൃഷ്ടാന്തം നമ്മൾ ഗുരുവിൻ്റെ തന്നെ പല കൃതികളും പഠിച്ചപ്പോൾ ഈ ജനന മരണ സമസ്യയെപ്പറ്റി വിചാരം ചെയ്യുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ വിഷയമാണ്. മാർത്താണ്ഡപുത്രൻ്റെ കൂർത്തുമൂർത്ത മരണാസ്ത്രത്തിൽ നിന്നുള്ള രക്ഷപ്പെടലിന് വേണ്ടി കാർത്യായനി പുത്രൻ്റെ കാൽത്താമരയ്ക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ഭക്തി സാധന നിരുപാധിക ജ്ഞാനഭക്തിയുടെ പരമകോടിയിൽ എത്തിയ ജ്ഞാനിക്ക് മാത്രം സാധ്യമായ വിദ്യയാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണമെന്നീ 6 ദശാസന്ധികൾ വാഴ്വിൻ്റെ നിയന്ത്രിത ക്രമമാകുന്നു എന്നുള്ള സാക്ഷാത്കാരം ലഭിച്ചാൽ സൃഷ്ടിന്മുഖ സംഹാരധർമ്മ പ്രതീകമായ ശിവൻ്റെ പ്രതിപുരുഷഭാവം പകർന്നാടുന്ന ഷൺമുഖൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്താനല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? ഇക്കാര്യമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ സമർത്ഥിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തെപ്പറ്റി ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.